ദേശീയപാതയിൽ കോഴിക്കോട് അമ്പലപ്പടിയിലും വിള്ളൽ. രാമനാട്ടുകര ബൈപ്പാസ് റൂട്ടിൽ അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിലാണ് വിള്ളലുണ്ടായത്. വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ മധ്യഭാഗത്ത് വെള്ളം അടിപ്പാതയിലേക്ക് ഒലിച്ചിറങ്ങുന്നു. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, മഴക്കാലം അതിന്റെ പൂർണ്ണമായ തോതിൽ തീവ്രതയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിള്ളൽ വാർത്ത വരുന്ന ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എന്താണ് കോഴിക്കോട് രാമനാട്ടുകരയിൽ ഉണ്ടാവുന്നത് സമീർ? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മഴ തുടങ്ങിയതേ ഉള്ളൂ. ദേശീയപാതയുടെ വിവിധയിടങ്ങളിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയും നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത്തരം ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാവുന്നു. ഈ അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിലാണ് ഈ വിള്ളൽ വീണിരിക്കുന്നത്. ആ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന മുകളിൽ നിന്നുള്ള വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇന്നലെ രാത്രി ഇത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടെ ഇവിടെ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വലിയ അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു മുന്നൊരുക്കത്തോടു കൂടെയാണ് അത്തരമൊരു നടപടിയിലേക്ക് അധികൃതർ കടന്നത്. ഇവിടെ ഈ വിധത്തിൽ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. അതിൻ്റെ വിള്ളൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യം വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് വെള്ളം വീഴുന്നത്. ഇപ്പോൾ കുറച്ചധികം വെള്ളം വീഴുന്ന ഒരു കാഴ്ചയുണ്ട്. മാത്രമല്ല മഴ കനക്കുന്ന വേളയിൽ ഇതിലധികം വെള്ളം താഴേക്ക് വീഴുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. ഈ നാട്ടുകാരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെയും അതുപോലെ തന്നെ ഇന്നുമൊക്കെയായിട്ട് പെയ്ത ഈ മഴ ഇങ്ങനെ താഴേക്ക് ഒലിച്ചിറങ്ങുന്നു, വെള്ളം താഴേക്ക് വീഴുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് ആളുകളുടെ ഒരു ആശങ്ക വർദ്ധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. അവർ അത് ഒക്കെ തന്നെ പങ്കുവെക്കുന്നുമുണ്ട്. അധികൃതരേക്ക് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ എന്നിരുന്നാലും ആരും തന്നെ കാര്യമായി ഇവിടേക്ക് വരികയോ അവരുടെ വിഷയങ്ങൾ ഇടപെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്നലെ മുതലൊക്കെ തന്നെ ഈ വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കൂടുതലായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് ശ്രദ്ധയിൽപ്പെട്ടത് കുറേ ദിവസം മുന്നുണ്ട്. പക്ഷേ അത് ഇങ്ങനത്തെ ഒരു ഇതാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങളിപ്പോൾ അടുത്ത പ്രദേശത്ത് ഇങ്ങനെ സംഭവിച്ചാരിയാണ് ഇതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ വെള്ളം വരികയും ഈ വിള്ളിച്ച, കാരണം ഇതിന് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഏരിയ, ഈ റോഡ്, ഈ അണ്ടർപാസിൽ കൂടെ 7 പഞ്ചായത്ത് കവർ ചെയ്യുന്നുണ്ട്. അതായത് 5 പഞ്ചായത്ത്, പഴയ എലത്തൂർ പഞ്ചായത്ത്, തലക്കത്തൂർ പഞ്ചായത്ത്, കക്കോടി പഞ്ചായത്ത്, ചേളന്നൂർ പഞ്ചായത്ത്, കുരുവട്ടൂർ പഞ്ചായത്ത്, നന്മണ്ട പഞ്ചായത്ത്, അങ്ങനെ 7 പഞ്ചായത്ത് ഒരു നിയോജകമണ്ഡലമാണ്. എലത്തൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ടതാണ് ഈ അണ്ടർപാസ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഒരു സ്കൂളും, ഒരു ഹയർ സെക്കൻഡറി സ്കൂളും, ഒരു NSS സ്കൂളും, ഒരു ആയുർവേദ ഹോസ്പിറ്റലും, 2-3 അംഗനവാടികളും ഈ ഏരിയ മാത്രം. പക്ഷേ ഇതിനോട് അനുബന്ധിച്ചിട്ട് ചെറുകുളം, അതായത് കക്കോടിക്ക് നിരന്തരം യാത്ര, പാതയും ഇല്ലാണ്ട് നിരന്തര യാത്ര പിന്നെ സൗകര്യമുള്ളൊരു റൂട്ടാണിത്. ജനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്ന ബസ് റൂട്ടുള്ള ഏരിയയാണിത്. ഈ ഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനെ വിള്ളൽ വീഴുകയും വെള്ളം താഴേക്ക് വീഴുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് അതിൻ്റെ പരിഹാരം കണ്ടെത്തണമെന്നാണ്. കാരണം ഇത് സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ആദ്യം ചെറുങ്ങനെയാണ്, പക്ഷെ ഇന്നലെയാണ് കാര്യമായൊരു മഴ വന്നത്. ഇന്നിപ്പം കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെയാണ് ഇത് സംഭവം. ഇനി നാളെ ഇത് എന്താവുമെന്ന് പറയാൻ പറ്റൂല. ഇന്നലെ രാത്രിയൊക്കെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്നലെ രാവിലെ എന്ന് പറഞ്ഞാൽ, രാത്രി എന്ന് പറഞ്ഞാൽ, രാവിലെ എന്ന് പറഞ്ഞാൽ ആ മഴ സമയത്ത് ഇന്നലെയാണ് ഞങ്ങൾ ശരിക്കും ഇതിൻ്റെ സ്ഥിതി മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം, മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് പത്രത്തിലും TV യിലും വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ 100% ദേശീയപാതയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത്. മറ്റേ ദേശീയപാത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണക്കൂട്ടുന്നത് മറ്റുള്ള റോഡുകളെക്കാട്ടിലും ടോപ്പ് വർക്ക് പോകുന്നുള്ള എൻ്റെ ഒരു ധാരണ അതാണ്. ഒരു ഇതുമില്ല ഉള്ളത്. അന്നപ്പോഴാണ് ഞങ്ങളിത് പിന്നെ ഇതിനെ ഞങ്ങൾ കണ്ണോടിക്കുന്നത്. ഇപ്പോൾ വിള്ളൽ ഇങ്ങനെ വർദ്ധിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കൂടുതൽ വെള്ളം താഴേക്ക് വിള്ളൽ കഴിഞ്ഞതിനെക്കാട്ടും വിള്ളൽ കൂടുതലായിട്ടാണ് കാണുന്നത്. കുറേ ദിവസം മുന്നേ കണ്ടിക്കിന് വിള്ളലാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇന്നലെയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പരിപൂർണ ഇത് മനസ്സിലായത്. ഹാഷ്മി, ആ ദൃശ്യങ്ങളിൽ അക്കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. നേരിയ ഒരു വിള്ളലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങി അത് പതിയെ വലുതാവുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. വലിയ ഒരു ആശങ്ക പ്രദേശവാസികൾ പങ്കുവെക്കുന്നുമുണ്ട്. നിരവധി വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. രാത്രി സമയത്ത് അപകടത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പകൽ സമയത്ത് ആ നിയന്ത്രണം ഒഴിവാക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഈ താഴേക്ക് ഇതുവരെ ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. അധികാരികൾ ആരും വന്നിട്ട് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നെടുകനെ പിളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം പോലെ തോന്നുന്നു. അത് ഏത് തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്കും പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ ആരും വന്ന് നോക്കി ഇതിൻ്റെ സുരക്ഷ പ്രശ്നമുണ്ടോ, താഴെ കൂടെ വണ്ടി പോകുന്ന പ്രശ്നമാണോ എന്നൊക്കെയൊന്നും ആരും പറയുന്നില്ലേ സമീർ?
നിലവിൽ അത്തരത്തിൽ ആരും തന്നെ ഇവിടേക്ക് വന്നിട്ടില്ല. നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടുമില്ല. ഇന്നലെ രാത്രി ഒരു താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തുകയും ആളുകളോട് അതുപോലെ കാൽനട യാത്രക്കാർക്കും അതുപോലെ വാഹനങ്ങൾക്കുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ മുകളിൽ നിന്ന് ഇത്തരത്തിൽ വെള്ളം വീഴുകയും മറ്റെന്തെങ്കിലും അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത്തരം ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ രാവിലെ മുതൽ എല്ലാ വാഹനങ്ങളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആയിരക്കണക്കിന് പേർ തന്നെ കടന്നു പോകുന്ന ഒരു റൂട്ടാണ്. നേരത്തെ നമ്മളോട് ഈ പ്രദേശവാസി സംസാരിച്ചതുപോലെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നു, കാൽനട യാത്രക്കാർ കടന്നു പോകുന്നു. അങ്ങനെ അനേകം പേർ കടന്നു പോകുന്ന ഒരു വഴിയാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഭാഗത്തെ വിള്ളൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത്. അതാണ് ആശങ്കപ്പെടുത്തുന്നത്. ഏതായാലും അധികാരികളാരും തന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വൈകാതെ തന്നെ ഈ വിഷയത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആവശ്യമെങ്കിൽ ഇവിടെ വീണ്ടും നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും മഴ കനക്കുന്നതിനനുസരിച്ച് അതിൽ നിന്ന് ഒറ്റ വീഴുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു. ആ വിള്ളലിലും കാര്യമായ വർധനവുണ്ടാകുന്നു എന്ന് തന്നെയാണ് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെറിയൊരു വിള്ളലായിരുന്നു, ചെറിയ തോതിൽ വെള്ളം വന്നു, പിന്നീട് വെള്ളം കൂടുതൽ ഇറങ്ങിയ വിള്ളൽ വലുതാവുന്നു എന്നാണ് സമീർ പറയുന്നത്. അവിടെ ആശങ്കയുണ്ട്, താഴെക്കൂടെ വണ്ടിയൊക്കെ പോകുന്നതാണ്. അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കണം. അത് എന്താണ് അതിൻ്റെ പേടിക്കേണ്ടതുണ്ടോ എന്നെങ്കിലും അവരോട് പറയണം.